ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേദനപ്പെട്ടും പ്രയാസപ്പെട്ടും ആകുലതകളോടുമൊക്കെ ആയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. ദൈവിക സംരക്ഷണ വലയത്തിൻ്റെ അകത്ത് ദൈവം നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. അത് അവസാനമല്ല. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷങ്ങളെല്ലാം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുക്കാം. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, അതിനെ ഞാൻ ഭാരമുള്ള കല്ലാക്കി മാറ്റും, അതിനെ ചുമക്കുന്നവരെല്ലാം മുറിവേൽക്കും എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ലോകത്തിന് തന്നെ ചില സമയങ്ങളിൽ ഒരു ഭാരമുള്ള കല്ല് പോലെ അത് ആയിത്തീർന്നിരിക്കുകയാണ്. ചുമക്കുന്നവരും മുറിവേൽക്കുന്ന ഒരവസ്ഥയിൽ എന്താ പറയുന്നത്, ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ല, അങ്ങനെ വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി മശിഹായായി അവർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെന്ന് എന്താ പറയുന്നത്, സ്വയം ശാപം ഏറ്റുവാങ്ങിയ ആ ഒരു ജനത AD 70 അവരുടെ രാജ്യം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ആലയം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. പക്ഷെ ദൈവത്തിന് അവരെക്കുറിച്ച് ഉദ്ദേശവും പദ്ധതിയും ഉള്ളത് കൊണ്ടാണ് 1948 ഒരു രാജ്യമായി അവര് വീണ്ടും രൂപപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മടങ്ങി ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്നോളമുള്ള നാളുകളിൽ ദൈവം അവരെ കരുതി പരിപാലിച്ചു, സൂക്ഷിച്ചു. എങ്കിലും ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു മഹാകഷ്ടതയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കും. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 വർഷത്തെ ആ ഒരു പീഡന കാലഘട്ടം, പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവാത്മാവിനാൽ ദർശിച്ച പ്രവചനങ്ങൾ അതിൻ്റെ പൂർത്തിയിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ആ കാലങ്ങളെ ഈ യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കൊടിയ കഷ്ടതയിലും പീഡനത്തിലേക്കും അവർ പോകും. എന്നാൽ ഇപ്പോൾ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഒരയവുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ പഠിക്കുകയും ചുറ്റുപാടുമുള്ള ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ദൈവവചനാടിസ്ഥാനത്തിൽ ഈ എത്താനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ, ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയോ ഇസ്രായേലിനെ കീഴടക്കുകയോ ചെയ്യുകയില്ല. ഇത് ഒരു 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 പരിധിവരെ മാത്രമേ ഇത് പോവുകയുള്ളൂ. അതിനുശേഷം ഇതിന് അയവുണ്ടാകും. കാരണം നിവർത്തിക്കപ്പെടേണ്ടുന്ന ധാരാളം പ്രവചനങ്ങൾ ഇനി കിടപ്പുണ്ട്. അതുകൊണ്ട് സമാധാനമായിരിക്കുക. അതേ, നമുക്ക് മിഡിൽ ഈസ്റ്റിൻ്റെ ഒക്കെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൾ ഗർഭിണിയായി വേദനപ്പെട്ടു, നോവ് കിട്ടി, നിലവിളിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 3 അതിപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, സൂര്യധാരിണിയായ ഒരു സ്ത്രീ. രണ്ടാമത്തേത്, പ്രസവിച്ച് പുറത്തേക്ക് വന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ജനിച്ച ഒരു ആൺകുട്ടി. മൂന്നാമത്തേത് മഹാസർപ്പം. ഈ 3 കാര്യങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമാണ്. വചനം കൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടുന്നത്, സ്വന്തമായ ഇഷ്ടത്തിലോ അറിവിലോ അല്ല. മഹാസർപ്പം ആരാണെന്ന് ദൈവവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. സർപ്പം എന്താ പറയുന്നത്, ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ഒക്കെ അവരെ വഞ്ചിക്കുവാൻ, അവരെ ദൈവ കൂട്ടായ്മയിൽ നിന്ന് അകറ്റുവാൻ വന്നതാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തിയപ്പം ഇത് വളർന്ന് ഒരു മഹാസർപ്പമായിട്ട് അങ്ങ് മാറി. അപ്പം മഹാസർപ്പത്തെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ആ ദൂതലോകത്തിലുണ്ടാകുന്ന ആ ഒരു വീഴ്ചകൾ, മഹാസർപ്പത്തിൻ്റെ കൂടെയുള്ള ദൂതന്മാരുടെ എണ്ണം, അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ ഒരു അടയാളം കണ്ടു എന്നുള്ളതാണ്. ഇത് അടയാളമായതുകൊണ്ട് തന്നെ ഈ അടയാളത്തെ നമ്മൾ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അടയാളത്തിനൊരു വിശദീകരണം നമ്മൾ കൊടുക്കണം. വേദപുസ്തകത്തിൽ ഈ അടയാളം എന്ന് പറയുന്നത് സൈനാണ്. സൈൻ അല്ലെങ്കിൽ ഒരു കാര്യം മറ്റൊരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്.
കർത്താവ് തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിട്ട് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിനെ, അതെ, വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അടയാളത്തിൻ്റെ ആരംഭമായിട്ട്. അതിൻ്റെ അർത്ഥം അത് കാണിക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലേക്കാണ്. ഉദാഹരണത്തിന്, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് നമ്മൾ പോകുമ്പോൾ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ സൈൻ ബോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ സൈൻ ബോർഡ്സിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആ സൈൻ ബോർഡ്സ് നമുക്ക് നൽകുന്ന കുറച്ച് അർത്ഥങ്ങളുണ്ട്. ഇതുപോലെയാണ് ഈ അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കാനായിട്ട് ലളിതമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഭാഗത്തിലേക്ക് പോകാം. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഭൂമിയിലാണ്. സ്വർഗത്തിൽ അടയാളം കണ്ടു എന്ന് പറഞ്ഞാലും ഭൂമിയിലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ആണ് നടക്കുന്നതെന്ന് പറയുന്നത്? സ്ത്രീയെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ 1260 ദിവസം അവളെ പാർപ്പിക്കുവാനായി ദൈവം ഒരുക്കിയ സ്ഥലമുണ്ട്. കുട്ടി പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സംഭവം നടക്കാൻ പോകുന്നത് ഭൂമിയിലാണ്. നടന്നതല്ല, നടക്കാൻ പോകുന്ന സംഭവമാണ്. അതായത് 7 വർഷത്തെ മഹോപദ്രവകാലം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ 3 വർഷം 3.5 വർഷം വലിയ പ്രശ്നമില്ലാതെ പോകും. പിന്നീടുള്ള 3.5 വർഷം എന്ന് പറയുന്നത് വലിയ കഠിനമായ വേദനകളുടെയും, യഹൂദനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ വേദനകളുടെയും നിലവിളിയുടെയും സമയമാണ്. ദൈവം അത് നിയമിച്ചിരിക്കുന്ന സമയമാണ്. കാരണം കുത്തിയവങ്കിലേക്ക് അവർ നോക്കുമെന്നാണ്. യേശുവേ, മശിഹായെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ചുറ്റുപാടുമുള്ള സകല ജാതികളും, ആർക്കും, ഈ പറയുന്ന അമേരിക്കയ്ക്കോ ഈ പറയുന്ന ഒരു രാജ്യത്തിനും അവരെ രക്ഷിക്കാൻ പറ്റാതെ വണ്ണം സകല രാജ്യങ്ങളും, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ചുറ്റി വളഞ്ഞ് എന്താ പറയുന്നത്, അവനെ ഞെരുക്കി മറ്റ് ഗതിയില്ലാത്ത ഒരു സന്ദർഭത്തിലേക്ക് വരും. ആ സമയത്ത് മാത്രമാണ് കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവാചകനായ സെക്കരിയാവിൻ്റെ പുസ്തകത്തിലാണ്. ഓക്കെ, നമുക്ക് വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. ഈ ഒരു സ്ത്രീയെ, പ്രസവിക്കുവാനായിട്ട് പോകുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു വിവരണം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. യോഹന്നാൻ കാണുന്നത് ഒരു സ്ത്രീയാണ് കാണുന്നത്. ഈ സ്ത്രീയെ സൂര്യനെ ധരിച്ചൊരു സ്ത്രീയാണ്, സൂര്യധാരണിയായ ഒരു സ്ത്രീയാണ്. അടുത്തത്, ഈ സ്ത്രീയുടെ കാലിൽ അല്ലെങ്കിൽ കാൽക്കൽ ചന്ദ്രൻ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടവുമുണ്ട്. ഇതാണ് സ്ത്രീ. അപ്പം ആരാണ് ഈ സ്ത്രീ എന്ന് നോക്കാം. ഈ സ്ത്രീയാണ് വേദനപ്പെട്ട് നോവ് കിട്ടി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഇതൊരു ആൺകുട്ടി എന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരാണ് ഈ ആൺകുട്ടി, ആരാണ് ഈ സ്ത്രീ എന്നുള്ളത്, ഈ വ്യാഖ്യാനങ്ങൾ വളരെ രസകരമായ വ്യാഖ്യാനങ്ങളാണ്. പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ സ്ത്രീയെ വിശുദ്ധി നഷ്ടപ്പെട്ട സഭയും, അതായത് സത്യോപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ സഭയും, ആൺകുട്ടി സത്യവചനത്തിനു വേണ്ടി നിൽക്കുന്ന സഭയും ആണെന്നാണ് ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ സ്ത്രീ, സൂര്യനെ ധരിച്ച ഈ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യക മറിയം ആണെന്നും ഈ കുട്ടി കർത്താവായ യേശു ക്രിസ്തു ആണെന്നുമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ സ്ത്രീ ഇസ്രായേലാണെന്നും ഈ ആൺകുട്ടി ഇസ്രായേലിൽ നിന്ന് ജനിച്ച ഒരു ജനതയാണെന്നും ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിലൊന്ന് പോകാം. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. നമുക്ക് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഒരു അഭ്യൂഹങ്ങളിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റില്ല. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാം. അവർ പറയുന്നത്, ഈ സ്ത്രീ ഒരു നാമധേയ സഭയാണെന്നും ആൺകുട്ടി സത്യസഭയാണെന്നും ഉള്ള
ഒരു കാര്യമാണ്. അപ്പം അവർ പറയുന്നത് സഭ അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തിയപ്പോഴാണ് സത്യസഭ രൂപപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾക്ക് പോകുമ്പോൾ ഈ സ്ത്രീ ഒരിക്കലും സഭയല്ല, സത്യസഭയല്ല. കാരണം മഹോപദ്രവവുമായിട്ട് ബന്ധപ്പെട്ട് 7ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ആ സമയത്ത് സഭ ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. മഹോപദ്രവം നടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം 7ാം കാഹളം മുഴക്കുന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ ഒരു വ്യാഖ്യാനം നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ 3ാമത്തെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യാഖ്യാനമാണ് ഏറ്റവും ചേർന്ന് പോകുന്നത്. അടുത്തത് 2ാമത്തെ വ്യാഖ്യാനമാണ്. 2ാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ സ്ത്രീയെ പരിശുദ്ധ കന്യക മറിയം ആണെന്നും ഈ ജനിച്ചു വീണ കുട്ടി കർത്താവായ യേശു ക്രിസ്തു ആണെന്നും ഉള്ളതാണ്. ഈ വ്യാഖ്യാനവും ഒട്ടും ചേർന്ന് പോകുന്ന വ്യാഖ്യാനമല്ല. കാരണം 7ാം കാഹളം ഊതുമ്പോൾ ഈ മഹോപദ്രവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളുടെ ആ ഒരു ഇടയിലാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാൻ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിച്ചു. അവിടുന്ന് ചെയ്തെടുക്കുവാനുള്ള സകല ശുശ്രൂഷകളും ചെയ്തെടുത്തു. സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. ഇനിയും വീണ്ടും കർത്താവ് ഭൂമിയിലേക്ക് വന്നു, ജനിച്ചു. പിന്നെ മഹാസർപ്പം മുമ്പിൽ നിന്നു. ആ കുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്, കുട്ടി. അപ്പം ആ ഒരു വ്യാഖ്യാനം ഒരു കാരണവശാലും ഈ പറയുന്ന വ്യാഖ്യാനവുമായിട്ട്, അതായത് കന്യക മറിയമാണ്, അമ്മ മറിയമാണ് ഈ സ്ത്രീ എന്നുള്ള വ്യാഖ്യാനവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകത്തില്ല. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന വ്യാഖ്യാനവുമല്ല. കാരണം വേദപുസ്തകം കൊണ്ട് തന്നെ നമ്മൾ വ്യാഖ്യാനം ചെയ്യണം. പോകട്ടെ, ഞാൻ ഇത് ഒത്തിരി അങ്ങ് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തരാത്തത്. അടുത്തത് നമുക്ക് ഏറ്റവും ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 3ാമത്തെ വ്യാഖ്യാനമാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. എങ്ങനെ നമുക്കത് പറയാനായിട്ട് പറ്റും? സൂര്യനെ അണിഞ്ഞ സ്ത്രീ, കാൽക്കൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ. ഒരൊറ്റ വാക്യത്തിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അത് മറ്റൊന്നുമല്ല, യോസഫ് കണ്ട ദർശനമാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൂര്യൻ ഗോത്രപിതാവിനെയും ചന്ദ്രൻ ഗോത്രമാതാവ്, 12 നക്ഷത്രങ്ങൾ ഗോത്രപിതാക്കന്മാരാണ്. യോസഫ് കണ്ട ദർശനത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഈ 2 ഭാഗങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ ഉറപ്പായും ഈ സ്ത്രീ ഇസ്രായേൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് ആരാണെന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാകും. അതിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. ഈ സ്ത്രീ ഇസ്രായേലാണെന്ന് നമ്മൾ കണ്ടു. അടുത്തത്, ഈ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ വേദനപ്പെട്ട് നോവ് കിട്ടി നിലവിളിച്ച് പ്രസവിക്കുകയാണ്. പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഒരു ജാതി ഒന്നായിട്ട് ജനിക്കുമോ, സിയോനെ നോവ് കിട്ടിയ ഉടൻ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഈ ഒരു പ്രവചനത്തിൽ നിന്ന് ഇതുമായിട്ട് ചേർന്ന് തന്നെ മറ്റൊരു വേദഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്: സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. ഈ 2 വാക്യങ്ങൾ നമ്മൾ ചേർന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ്, സിയോൻ തന്നെയാണ്. അടുത്തത്, ഈറ്റുനോവിനോട് സദൃശ്യം അല്ലെങ്കിൽ വേദനപ്പെട്ട് നോവ് കിട്ടി പ്രസവിക്കും എന്ന് പറയുന്ന ആ ഒരു പദം, ഇതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. അവൾ വേദനപ്പെട്ട് നിലവിളിച്ചു. എന്താണ് വേദനപ്പെട്ട് നിലവിളിച്ചു എന്ന് പറയുന്നത്? യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് നോക്കുക. ഏത് പുരുഷനും
നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നു. അതെ, യാക്കോബിന്റെ കഷ്ടകാലമാണ്. ഇനിയും കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? വിശുദ്ധ മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 8 വാക്യം, പിന്നെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലൊക്കെ മഹാപീഡനമാകുന്ന ആ ഒരു വേദനയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ സ്ത്രീയെ നിലവിളിക്കുവാനായിട്ട് തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ശരിക്കും സ്ത്രീ വേദനപ്പെട്ട് നിലവിളിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആ മഹാപീഡനത്തിൻ്റെ കഷ്ടതയ്ക്കകത്ത് അവൾ വേദനപ്പെട്ടു, അവൾ നിലവിളിച്ചു, അവൾ പ്രസവിച്ചു. ഇതിനെ രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ആ കഷ്ടത നിമിത്തമുള്ള നിലവിളി ദൈവസന്നിധിയിലേക്ക് വരുന്നു. രണ്ട്, എതിർക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകാനായിട്ട് പോകുന്ന ഈ ഒരു അധർമ്മത്തിൻ്റെ പെരുപ്പം നിമിത്തമായിട്ട് വേദനപ്പെട്ട് നിലവിളിച്ച് ഒരു കൂട്ടം യഹൂദന്മാർ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും. അല്ലെങ്കിൽ മഹോപദ്രവകാല രക്ഷിത ഗണം. ഈ ഒരു ഗണത്തെയാണ് വേദനപ്പെട്ട് നിലവിളിച്ച് പ്രസവിച്ച കുഞ്ഞുങ്ങളായി വിവരിച്ചിരിക്കുന്നത്. ഞാനതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നൽകാം. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ആണെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾ എല്ലാ സൺഡേയുമാണ് നടക്കുന്നത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് എത്താം. അടുത്തത്, ആരാണ് ഈ ആൺകുട്ടി? ഈ ആൺകുട്ടി ആരാണെന്നുള്ളത് കൂടി വളരെ വേഗം പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ആൺകുട്ടിയെക്കുറിച്ച് പറയുന്നത്, ചിലർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ആൺകുട്ടി എന്നുള്ളതാണ്. എന്നാൽ അത് അവരെ യേശു ക്രിസ്തുവാണ് ആൺകുട്ടി എന്ന് പറയാനുള്ള കാരണം, സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഇത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള ഒരു വലിയ സംശയം അവിടെ ഉണ്ടാകും. എന്നാൽ ഈ ഇരുമ്പുകോൽ കൊണ്ട് ഈ എന്താ പറയുന്നത്, സകല ജാതികളെയും ഭരിക്കുവാനായിട്ട് പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രം അല്ല എന്നുള്ളതാണ്. തുയത്തൈര സഭയുമായിട്ടുള്ള ദൂതിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ മേയ്ക്കുന്നത് യേശുക്രിസ്തു മാത്രമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അംഗീകരിച്ച് അവിടുത്തെ മക്കളായി ജീവിക്കുന്നവർക്കും ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ മേയ്ക്കാനുള്ള അധികാരം അവിടുന്ന് നൽകി കൊടുക്കും. അതുകൊണ്ട് ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ ഭരിക്കും എന്ന് ഈ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് യേശുക്രിസ്തു ആകണമെന്നില്ല. കാരണം മറ്റുള്ള വാക്യങ്ങളുമായിട്ട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ മഹോപദ്രവകാല രക്ഷിത ഗണം കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നിന്നുകൊണ്ട് ഭരണം നടത്തും. അതാണ് ഇരുമ്പുകോൽ കൊണ്ട് അവർ സകല ജാതികളെയും അത് മേയ്ക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.